ദശരഥ രാജാവിന്റെ രാജ്ഞിയായ കൈകേയിയുടെ വീട്ടുവേലക്കാരിയായിരുന്നു മന്ദര. രാജാവ് തന്റെ മൂത്ത പുത്രനായ രാമനെ തന്റെ അനന്തരാവകാശിയാക്കാൻ തീരുമാനിച്ചു. രാജ്യത്തെ എല്ലാവരെയും പോലെ കൈകേയിയും ഈ വാർത്തയിൽ സന്തോഷിച്ചു. എന്നിരുന്നാലും താനും തന്റെ മകൻ ഭരതനും ഇനി മുതൽ രണ്ടാന്തര പൗരന്മാരാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ദര അവൾക്ക് ദുഷിച്ച ഉപദേശം നൽകി. ഈ ഉപദേശമനുസരിച്ച് കൈകേയി ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം മുടക്കുന്നതിന് വേണ്ടിയുള്ള ഉപായം മന്ദരയോട് ചോദിച്ചു. മന്ദര പറഞ്ഞു, പണ്ട് ദശരഥ രാജാവ് അങ്ങേക്ക് 2 വരങ്ങൾ തന്നിരുന്നു. ഈ വരങ്ങൾ ഇപ്പോൾ രാജാവിനോട് ആവശ്യപ്പെടുക. അങ്ങനെ മന്ദരയുടെ നിർദ്ദേശപ്രകാരം രാജാവിനോട് കൈകേയി വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, ഭരതനെ രാജാവാക്കി വാഴിക്കണമെന്നും രണ്ടാമത്തേത് ശ്രീരാമചന്ദ്രനെ 14 വർഷത്തേക്ക് കാട്ടിലയക്കണം എന്നതുമായിരുന്നു.